സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷർട്ട്, ആണുങ്ങളെ ഷർട്ട്, അതാണ് ചെയ്യാൻ പോകുന്നത്. യൂണിഫോമിൻ്റെ ഷർട്ടാണ്. അപ്പോൾ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റിച്ചിങ് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ പാർട്സുകളാണ്. ഇത് രണ്ട് കൈ, ഇത് രണ്ട് ഫ്രണ്ട്, ഇത് ബാക്ക്, അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് ചെറിയ മാറ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു മാറും വലുതൊരു മാറും വീതി കുറച്ചും ഒന്ന് വീതി കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വീതി കുറഞ്ഞ മാറ്, ഇത് വലത്തെ മാറാണ് ഒരു ബട്ടൺസിനുള്ളത്. ഇത് ചെറുതായിട്ട് കരടിച്ചു കൊടുക്കുക. ഒന്ന് നഖം വലിച്ചു കൊടുത്തിട്ട് മടക്കിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് മാറ് പോലെ രൂപത്തിലാക്കി എടുത്തിട്ട് അതിനെ ഒരു സ്റ്റിച്ച് ചെയ്ത് പിടിക്കുക. ഈ മാറിനെ ഒന്ന് താഴെ മുതൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. ഇതാണ് അടിമാറ്, ബട്ടൺസ് വരുന്ന മാറ്. ഇത് കുറച്ച് വീതി കുറച്ചാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തത് ഷർട്ടിൻ്റെ ഹോൾസ് വരുന്ന മാറും, മേലെ മാറെന്ന് പറയും. അതിനെ നേരെ പുറത്തോട്ട് മടക്കുമ്പോൾ തുണി അകം പുറം ഉള്ളും പുറമുള്ള തുണിയാണെങ്കിൽ ശ്രദ്ധിക്കണം. തുണി എടുത്ത് കാണിക്കും. ഇതിന് ഉള്ളും പുറം ഇല്ലാതുകൊണ്ട് നമുക്ക് നേരെ പുറത്തോട്ടിട്ട് ചെയ്യാം. അതിന് ഡബിളായിട്ട് മടക്കുക. ഡബിളായിട്ട് മടക്കിയിട്ട് എൻഡിൽ നേരെ രണ്ട് എൻഡിലും അടിക്കണം. ആദ്യം ഒരു എൻഡിൽ അടിച്ചെടുക്കുക. കറക്റ്റായിട്ട് എൻഡിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡബിളായിട്ട് മടക്കി കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ മാറ് വീതി കൂടുതലാക്കി ഇട്ടത്. ലേഡീസിന് ഇത് ഉള്ളിലോട്ടാണ് ചെയ്യേണ്ടത്, ജെൻസിന് പുറത്തോട്ടിട്ട് ചെയ്യാം. ഇനി നേരെ അതിൻ്റെ മറ്റേ എൻഡ് ഭാഗം കൂടെ ഒന്ന് വീതി ഇതേ ഉള്ളൂ ഷർട്ടിൻ്റെ മാറുകൾ എന്ന് പറയുന്നത്. മാറിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിന് പോക്കറ്റ് വരും, അത് കാണിച്ചു തരാം. ഇനി രണ്ട് സ്ലീവിന് രണ്ടും അകം പുറം ഉണ്ടെന്ന് നോക്കണം. തുണി വൺ സൈഡ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരെ അകത്തോട്ടാണ് മടക്കേണ്ടത്. രണ്ടായി മടക്കി ഇനി അതിനെ സെൻറ്റർ ഇട്ട് ഒന്നുകൂടെ മടക്കുക. സെൻറ്റർ വേണമെന്നുണ്ട് കൈ 1 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് മടക്കി വെച്ച് കൊടുക്കുക. മടക്കി അടിക്കുമ്പോൾ സ്ലീവ് വെച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും. അത് മാറാതെ തന്നെ ഇത് ഫ്രണ്ട് ഭാഗമാണ്, ആ ഭാഗത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ആൺകുട്ടികളെ ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും രണ്ട് സൈഡൊക്കെ കവറിങ് ആണ് പോവുക. കവറിങ്ങിന് വേണ്ടിയിട്ട് നേരെ അകത്തോട്ട് ഫ്രണ്ട് വശത്തോട്ട് ചെറുതായിട്ടൊരു പോയിന്റിൽ നല്ല വശത്തോട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ കുഴിച്ചു വെട്ടിയ ഭാഗം നോക്കണം. ഫ്രണ്ടും ബാക്കും മാറുന്നത് അതിനെ നല്ല വശത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരും, അത് ഓപ്പോസിറ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സ്ലീവ് ഫിറ്റ് ചെയ്യാനാണ്. സ്ലീവിനെ ഒന്ന് മാറ്റി വെച്ചു. ഇനി നമ്മൾ നേരെ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിന് ഷോൾഡറിൻ്റെ ഒരു പീസ് മേലെ ഒരു പീസ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മടക്കിയെടുക്കുക. ഒന്ന് മടക്കിയെടുക്കുക. ഇനി ഒരു പേസ്റ്റ് പീസിന് എടുക്കുക. ഇവിടെ നമ്മൾ ബാലൻസ് പീസ് ഉണ്ട്, അതിൽ നിന്ന് ഒരു കഷ്ണം പീസ് ഇതിനെ വെട്ടിയെടുക്കുക. ഷോൾഡറിൻ്റെ വലുപ്പം വീതി കണക്കാക്കിയിട്ട് ഏകദേശം അതിന് വേണ്ട അളവിൽ അതിന് വെട്ടിയെടുക്കണം. നമുക്ക് ആൺകുട്ടികളുടെ ഷർട്ടിന് പോക്കറ്റ് വരും, അതിനൊരു പീസ് കൂടെ
ഇപ്പം തന്നെ വെട്ടി റെഡിയാക്കി വെക്കുക. ബാക്കി മാറ്റി വെക്കുക. ഷോൾഡറിനെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇനി ബാക്ക് നമ്മൾ മടക്കി വെച്ച ബാക്ക് പീസ് എടുക്കുക. മടക്കി വെച്ച ഭാഗം മടക്ക് അകത്തോട്ടിട്ടിട്ട് ഒരു എഡ്ജ് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒപ്പായിരിക്കണം, ശ്രദ്ധിക്കണം. നേരെ സെൻറ്റർ മടക്കിയിട്ടിട്ട് ബാക്ക് പീസിനോടൊപ്പം ആ പീസിനെ വെട്ടിയെടുക്കുക. ഇത് വേണമെങ്കിൽ ആദ്യം ഒപ്പം വെച്ച് വെട്ടാവുന്നതാണ്. ഇതാണ് ഷോൾഡർ പീസ് ഡബിൾ ആയിട്ടാണ് വരിക. ഇത് നല്ല വശം, ഇത് ഉള്ളിലൊരു പീസ് ഇങ്ങനെ വരും, കവർ ചെയ്ത് കൊടുക്കാനാണ്. ഇത് ഫ്രണ്ടിൽ എടുക്കുക. നല്ല വലത്തെ പീസ് എടുത്തിട്ട് ഇങ്ങനെ വരണം. വലത്തെ പീസ് എല്ലാം ഒരു അടുത്ത പീസ് എടുത്തിട്ട് വലത്തെ പീസാണ്, പീസ് മാറിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല വശം വെച്ചിട്ട് അടുത്ത വശത്തോട്ട് ഉള്ളിലെ പീസിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് തുമ്പ് പോകുന്ന രീതിയിൽ മടക്കിയിടത് പിടിക്കണം. കട്ടിങ് പോലെയല്ല, സ്റ്റിച്ചിങ് കുറച്ച് ടൈമിങ് എടുക്കും, കുറച്ച് ക്ഷമയൊക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇതിന് 3 തുമ്പായിട്ടാണ് വരിക. ഇതിനാണ് നമ്മുടെ ഷോൾഡർ ഒന്ന് എക്സ്ട്രാ ഇട്ട് കൊടുത്തത്. അതിങ്ങനെ മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുമ്പ് ഉള്ളോട്ട് പോയി ഇങ്ങനെ വന്നു. ഇനി അടുത്ത പീസ് എടുക്കുക. അതുപോലെ ഇട്ട് പിടിക്കുക. അത് ചെയ്തതുപോലെ തന്നെ ഇതിനെ ചെയ്യുക. ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കൈ പറ്റി കഴിഞ്ഞാൽ പോക്കറ്റ് ഉണ്ടാക്കണം. കുട്ടികളെ പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 5.5-6 ഇഞ്ചൊക്കെ മതി. സ്റ്റിച്ച് ചെയ്ത് ഒരു 6 ഇഞ്ചിൽ 5.5 ഇഞ്ചിൽ കൊടുക്കുക. ഇവിടുന്ന് 2 ഇഞ്ചിൽ കൊടുക്കുക. ഇനി പോക്കറ്റിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ നോക്കി ഇവിടുന്ന് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ 2 ഇഞ്ച് ഗ്യാപ്പ് വരണം. ആ രീതിയിലാണ് പോക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 3.5 ഇഞ്ച് പോക്കറ്റ് മതി. വെറുതെ ഫ്രണ്ട് പീസിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ പോക്കറ്റ് ഉണ്ടാക്കണം. പോക്കറ്റിനെ നമ്മളിങ്ങനെ കൈയിൻ്റെ ഇതൊക്കെ അടിച്ച് തയ്ച്ചതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് പോക്കറ്റ്. 3.5 ഇഞ്ചിൽ ഒരു പോക്കറ്റിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട്. മെഷീനിരിക്കുന്നതിന് മുമ്പ് പീസുകളൊക്കെ അളന്ന് റെഡിയാക്കി വെക്കണം. വെച്ചാൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പോക്കറ്റിന് അതേ അളവ് തന്നെ 3.5 ഇഞ്ച് നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ അപ്പോൾ 3.5ൻ്റെ സെൻറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 1
ഒന്നര പോയിന്റും വരും. അവിടെ 3.5 ഉള്ളത് 4 ഇഞ്ച് ഇട്ട് കൊടുക്കണം. 1/2 ഇഞ്ച് എപ്പോഴും അവിടെ ഇറങ്ങിയിരിക്കണം. ഇനി ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ഇനി തുമ്പൊന്നും അധികം വേണ്ട, 1/4 ഇഞ്ച് തുമ്പ് മതി ഉള്ളിലോട്ട്. ബാക്കിയുള്ള തുമ്പ് വെട്ടിക്കളയുക. ഇവിടെയും കുറഞ്ഞ തുമ്പ് മതി. ബാക്കിയുള്ള തുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഇതിനെ നേരെ സെൻറ്റർ മടക്കി ഒന്ന് പിടിക്കുക. പിടിച്ചിട്ട് നമ്മൾ മാർക്കിന്ന് ക്രോസ് ചെയ്ത് പിടിക്കുക. രണ്ടിനെ ഉള്ളിലോട്ട് മടക്കി പിടിച്ചിട്ട് ഇതാ ആ മാർക്കിലോട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക. തുമ്പ് എക്സ്ട്രാ ഉള്ളതൊന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പോക്കറ്റ് വെക്കുക, അടിക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാർക്കിൽ കറക്റ്റായിട്ട് പോക്കറ്റിന് വെക്കുക. കെട്ടിട്ടടിക്കുക, അല്ലെങ്കിൽ പോക്കറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോരും. പോക്കറ്റ് അടിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, വ്യക്തമായി കാണിക്കുന്നുണ്ട്. പോക്കറ്റ് അടിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഷർട്ടിന്റെ പോക്കറ്റ് അടിയാണ്, അല്ലാതെ വേറെ പോക്കറ്റ് അടി എന്നൊക്കെ പറയാം. ആ പോക്കറ്റ് അടി അല്ല. നമ്മൾ മടക്കി വെച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് ആദ്യമൊക്കെ അധികം അടിക്കുമ്പോൾ വേണമെങ്കിൽ വെറുതെ മേലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിയ സ്റ്റിച്ച് അഴിച്ച് കളയാൻ വിധത്തിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അഴിച്ച് കളയാം. പോക്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പോക്കറ്റ് റെഡി. തുമ്പൊക്കെ വെട്ടിക്കളയുമ്പോൾ കത്രിക തട്ടി പൊട്ടപ്പെടാതെ ശ്രദ്ധിക്കണം.